C++ പ്രോഗ്രാമിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മളിവിടെ C++ പ്രോഗ്രാമിൻ്റെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് പറയുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമിലൂടെ വലിയ പ്രോഗ്രാമുകൾ സിമ്പിളായിട്ട് പഠിക്കാം. ഈ ബേസ് ക്ലാസ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് പ്രോഗ്രാം വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ സിമ്പിൾ പ്രോഗ്രാം പഠിക്കുന്നതിലൂടെ ഏത് ലാംഗ്വേജിലും പ്രോഗ്രാം എഴുതുവാനുള്ള ഒരു മെത്തഡോളജി, ഒരു ധൈര്യവും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യമായി നമ്മൾ ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം എന്താണ് എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരാൾക്ക് പോലും ഈ പ്രോഗ്രാം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം നമ്മൾ പ്രോഗ്രാമായിട്ട് എഴുതുന്നത്. ആദ്യം നമുക്ക് എല്ലാ പ്രോഗ്രാം പഠിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോഗ്രാം പോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മൾ ഒരു സിമ്പിൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം സ്ക്രീനിൽ വെൽക്കം എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം, അതല്ല എങ്കിൽ വെൽക്കം ടു C++ എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പം നമ്മൾ വെൽക്കം ടു C++ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വെൽക്കം ടു C++ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്ന് കരുതിയാൽ ഇതൊരു പ്രോഗ്രാം ആവത്തില്ലല്ലോ. അപ്പം നമ്മൾ പ്രോഗ്രാമിനെ, നമ്മുടെ C++ പ്രോഗ്രാമിനെ നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഈ പ്രോഗ്രാമിനെ എന്തുകൊണ്ടാണ് ഹൈ ലെവൽ പ്രോഗ്രാം എന്ന് പറയുന്നതെന്ന് അറിയാമോ? ഹൈ ലെവൽ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാരണം മെഷീന് ഹൈ ലെവൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ആവത്തില്ല. മെഷീന് ലാംഗ്വേജ് ഏതാ മനസ്സിലാവുന്നത്? മെഷീൻ കോഡ്. കമ്പ്യൂട്ടറിനാകെ 2 അക്ഷരമേ അറിയൂ. ഏതൊക്കെയാ അത്? 0, 1 ബൈനറിയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ബൈനറി എന്ന് പറയുമ്പം 0, 1 എന്ന് പറയുന്ന 2 കാര്യങ്ങൾ മാത്രമായിരിക്കും കമ്പ്യൂട്ടറിന് അറിയാവുന്നത്. അപ്പം നമ്മൾ എഴുതുന്ന ഏത് പ്രോഗ്രാമിനെയും ഏത് വാക്കിനെയും എന്തു വേണം? കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആകുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ട്രാൻസ്ലേറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് കേട്ടിട്ടുണ്ടാവാം. ലാംഗ്വേജ് പ്രോസസ്സറിനെ കുറിച്ച് നമുക്ക് വിശാലമായിട്ട് പറയാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം പഠിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സറിനെ കുറിച്ച് പറയുന്നില്ല. സിമ്പിളായിട്ട് ഞാനൊന്ന് ലാംഗ്വേജ് പ്രോസസ്സർ പറഞ്ഞങ്ങ് പോവുക. ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ അതിനായിട്ട് പറഞ്ഞു തരാം. ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുമ്പം അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതോ മെഷീൻ ടൂൾസിനെ പോലൊക്കെ തോന്നുന്നെങ്കിലും ഇതൊക്കെ ഓരോ പ്രോഗ്രാമാണ്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആകുന്ന രീതിയിലോട്ട് മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അസംബ്ലർ. അതേപോലെ കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ. കമ്പൈലർ എന്ന് പറയുന്നതും ഒരു പ്രോഗ്രാമാണ്, ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നതും ഒരു പ്രോഗ്രാമാണ്. ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉള്ള പ്രോഗ്രാമാണ്. ഈ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും ഉപയോഗിക്കുന്നത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ്. നമ്മളിവിടെ C++ൽ കമ്പൈലറാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാമിലെ കമ്പൈലറിൻ്റെ ഉപയോഗം നമ്മൾ അറിയണ്ട. നമ്മൾ കമ്പൈൽ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് കൊടുക്കുമ്പം ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആകുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തോളും. പക്ഷേ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തപ്പോൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? കമ്പൈൽ ചെയ്യുകയാണ്. ഈ കമ്പൈൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആകുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർപ്രിറ്ററും കമ്പൈലറും ഒരേ യൂസാണ്. എന്താണ്? മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നമുക്ക് ഡീപ്പായിട്ട് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ചെറിയൊരു എക്സാമ്പിളിലൂടെ മാത്രം അതൊന്ന് മനസ്സിലാക്കി തരിക. എക്സാമ്പിളേ പറയുന്നുള്ളൂ, കാര്യം എന്താണെന്ന് പറയുന്നില്ല. അപ്പം എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജ് അറിയാത്ത ഒരു രാജ്യത്ത് പോകുമ്പോൾ നമ്മൾക്ക് ഹെൽപ്പിനായിട്ട് നമ്മളൊരു ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ, അത് കമ്പൈലർ ആണെങ്കിൽ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരു ലാംഗ്വേജിലുള്ള ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ കമ്പൈലർ ഇത് ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ട് അവസാനം എന്താണ് പറഞ്ഞതെന്ന് ഒരുമിച്ച് നമ്മളോട് പറഞ്ഞു തരും. അതാണ് കമ്പൈലർ. ഇൻ്റർപ്രിറ്റർ ആണെങ്കിൽ
അദ്ദേഹം പറയുന്ന ഒരു ലൈൻ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, അടുത്ത വാക്ക് പറയുമ്പോൾ അടുത്തത് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ലൈൻ വീതമായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഇനി എന്താണെന്ന് പറയുന്നില്ല, ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം നമ്മുടെ C++ പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പൈലറാണ് കമ്പൈൽ ചെയ്യുന്നത്. കമ്പൈൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ ഹൈ ലെവൽ പ്രോഗ്രാമിനെ മെഷീൻ കോഡിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നു. നമ്മളിപ്പോൾ എഴുതിയ വാക്ക് ഏതാണ്? വെൽക്കം ടു C++. വെൽക്കം ടു C++ എന്ന് പറയുമ്പോൾ കമ്പൈലറിന് ഇതൊന്നും മനസ്സിലാവത്തില്ല. കമ്പൈലറിന് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കീവേഡുകൾ അല്ലെ ഫംഗ്ഷനകത്തുള്ള വാക്കുകൾ പറയണം. അപ്പം നമ്മളിവിടെ ഒരു സ്ക്രീനിൽ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് Cout. അപ്പം Cout എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഇത് ഒരു ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാക്കാണെന്ന്, Cout. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറയുകയാണ് ഔട്ട് എന്ന് പറയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇന്ന്. അപ്പം അങ്ങോട്ടൊരു കാര്യം, സ്ക്രീനിലോട്ടൊരു കാര്യം പ്രിൻ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ Cout, അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻ, ഇൻ. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ പുറത്തു നിന്ന് കീബോർഡ് വഴി കൊടുക്കുന്ന ഒരു വാല്യൂ അങ്ങോട്ടെടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻ എന്ന് പറയുന്നത്. ഇൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻപുട്ടും ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ടുമാണ്. Cout നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു, ഇൻ ഇൻപുട്ടായിട്ട് നമ്മൾ പുറത്തു നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ Cout എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പോരാ, ഇതിൻ്റെ കൂടെ നമുക്കൊരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്. ഒരു ബ്രാക്കറ്റാണ്, ഓപ്പൺ 2 ബ്രാക്കറ്റുകൾ, ആംഗിൾ ബ്രാക്കറ്റുകൾ. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ പറയാതെ തന്നെ മനസ്സിലായി കാണും. ഇൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓപ്പറേറ്റർ തിരിച്ചിടും, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരിക്കും, അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ Cout നമുക്ക് ഇങ്ങോട്ട് തരുവാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണോ പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടത് അത് ഡബിൾ കോട്ട്സിനകത്ത് വേണം നമുക്കിടാൻ. ഏത് വാക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് അതുപോലെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്തും എന്ന് വെച്ചാൽ അതിനകത്ത് എക്സിക്യൂഷൻ ഒന്നും വേണ്ട, പ്രോഗ്രാം കാൽക്കുലേഷനോ അതൊന്നും വേണ്ട. നമുക്ക് ആ വേർഡ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കോഡ്സിനകത്ത് കൊടുക്കണം. അതേപോലെ ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനോട് നമ്മൾ കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു നിർദ്ദേശം. എന്തോ നമ്മൾ കൊടുത്ത നിർദ്ദേശം? സ്ക്രീനിൽ വെൽക്കം ടു C++ എന്ന് പ്രിൻ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പ്രിൻ്റ് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ എന്തെഴുതിയത്? Cout എന്ന് എഴുതിയത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ഇവിടെ തീർന്നു. അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനും അവിടെ തീർന്നു എങ്കിൽ ആ ലൈൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? സെമികോളൻ ഇടണം. ഓരോ ലൈനും എൻഡ് ചെയ്യുന്നത് ഓരോ ലൈൻ എന്ന് നമ്മൾ പറയരുത്, ഇതിനെ ഓരോന്നിനും ഓരോ ഇൻസ്ട്രക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ ആ ലൈനിനെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് C++ പ്രോഗ്രാമിൽ പഠിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി. നമുക്ക് വെൽക്കം ടു C++ എന്ന് ടൈപ്പ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Cout കൊടുക്കുക, അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇടുക, കോഡ്സിനകത്ത് നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക, സെമികോളൻ ഇടുക. ഇനി നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ രൂപത്തിലാക്കിയെടുക്കണ്ടേ? അപ്പം നമ്മുടെ പ്രോഗ്രാമിന് ഒരു എൻട്രി വേണം. പ്രോഗ്രാമിനകത്തോട്ട് ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്, മെയിൻ ഫങ്ഷൻ. ഈ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോഴേ ഈ ഫങ്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഈ ബ്രാക്കറ്റിനെയാണ്. ഈ ബ്രാക്കറ്റ് ഫങ്ഷൻ ബ്രാക്കറ്റാണ്. അപ്പം ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒന്നിലധികം ഇൻസ്ട്രക്ഷൻ കാണും. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് പറയാം? ഒരു ഫങ്ഷൻ എന്ന് പറയാം.
അതാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ലൈനേ ഉള്ളൂ, കാരണം നമ്മൾ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് പഠിക്കുന്നത്. അപ്പം ഈ ഒരു ലൈനേ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നുള്ളൂ. അപ്പം മെയിൻ ഫംഗ്ഷൻ ഇടുക. ഈ ഫംഗ്ഷൻ അകത്ത് കിടക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ബ്രേസ് ബ്രാക്കറ്റിനകത്തായിരിക്കും ഇടുന്നത്. അപ്പം ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ മെയിൻ ഫംഗ്ഷൻ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ ഇതുപോലെ സെറ്റായിട്ട് കുറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും. അതിൽ പല ഫംഗ്ഷനും നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മെയിൻ ഫംഗ്ഷന് പകരം അഡീഷൻ എന്ന് കൊടുത്തു, അഡീഷൻ ഫംഗ്ഷൻ എന്ന് കൊടുത്തു. ഈ ഫംഗ്ഷൻ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം കൊടുക്കാം. അതുപോലെ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലെ എല്ലാം കൂടെ ഒരുമിച്ചിടുന്നതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പല സെറ്റായിട്ട് ഇതുപോലെ നമുക്കിടാം. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ മെയിൻ എവിടെ കിടക്കുന്നോ അതായിരിക്കും ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ ഫംഗ്ഷൻ്റെയും പ്രത്യേകത, ഫംഗ്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു വാക്ക് വരും. അതിനെ നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയും. റിട്ടേൺ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട്, എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്തോന്ന് അറിയാലോ, ആ പ്രോഗ്രാം ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ വാല്യൂ, ഇപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ ആ റിസൾട്ട് ഏത് ടൈപ്പ് ഉള്ളതാണെന്ന്, ഇപ്പം നമുക്കൊരു നമ്പറാണ് റിസൾട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അതൊരു സ്ട്രിങ് ആയിരിക്കും, ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ ഡേറ്റ ടൈപ്പുകളുണ്ട്. അത് നമ്മൾ ഓരോ ഡേറ്റ ടൈപ്പ് വീതം ഓരോ പ്രോഗ്രാമിലായിട്ട് നമ്മൾ പഠിക്കും, ഒന്നിച്ചിരുന്ന് ഡേറ്റ ടൈപ്പ് പഠിക്കാതെ. ഇപ്പം ഇവിടെ നമുക്ക് തൽക്കാലം മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എപ്പോഴും എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. വോയിഡ്. അപ്പോൾ വോയിഡ് ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. വോയിഡ് മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും എന്തായിരിക്കും? വോയിഡ് മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും. അതേപോലെ ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, പ്രോഗ്രാം എഴുതണം, തീരുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പം നമ്മുടെ പ്രോഗ്രാം ഇത്രയും ആയി. ഇനി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴേ സി ഔട്ട് കമ്പൈൽ ചെയ്യുക. പ്രോഗ്രാം ഫസ്റ്റ് ലൈനിൽ വന്നു സി ഔട്ട് എന്ന് പറയുമ്പം കമ്പൈലറിന് മനസ്സിലാവുന്നില്ല ഈ സി ഔട്ട് എന്താണെന്ന്. കമ്പൈലറിന് സി ഔട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് അറിഞ്ഞുകൂടാ. ഈ കമ്പൈലറിന് സി ഔട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ C++ പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിൻ്റെ കൂടെ കുറേ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ലോഡ് ചെയ്തിരിക്കും. അതിനകത്ത് ഈ സി ഔട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ ഉൾപ്പെടുന്ന ഫങ്ഷൻസ് നേരത്തെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കും. ആ പ്രോഗ്രാമിനെ നമ്മൾ ഹെഡർ ഫയൽ എന്ന് പറയും. ഹെഡർ ഫയൽ എന്ന് പറയുമ്പം ഹെഡർ ഫയലിൻ്റെ എല്ലാം എക്സ്റ്റൻഷൻ .h ആയിരിക്കും. .h എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഹെഡർ ഫയലാണ്. അപ്പം നമ്മുടെ C++ ലൈബ്രറി പറയും. ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ C++നകത്ത് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന കുറേ കീവേഡുകളുണ്ട്. ഈ കീവേഡുകളെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഫങ്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ലൈബ്രറി C++നകത്ത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സി ഔട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ ഏത് ലൈബ്രറിയിലാണോ ഉൾപ്പെടുന്നത് ആ ലൈബ്രറിയുടെ പേര് ആദ്യം മെയിൻ ഫങ്ഷൻ്റെ പുറത്ത് കൊടുക്കണം.
അതിന് നമ്മൾ ഒരു സിംഗിൾ ആംഗിൾ ബ്രാക്കറ്റിനകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സി ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉൾപ്പെടുന്ന ലൈബ്രറിയുടെ പേരാണ് iostream.h. IO കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്നാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം .h അതാണ് iostream.h. എപ്പോഴും നമ്മൾ ഹെഡർ ഫയലുകൾ ആംഗിൾ ബ്രാക്കറ്റിനകത്തായിരിക്കും ഇടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് മെയിൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഹെഡർ ഫയൽ എവിടെ കൊടുത്തത്? മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ്. മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് കിടക്കുന്ന ഫയലുകൾ മെയിൻ ഫംഗ്ഷനകത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈലറിനോട് പറയണം ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് ഈ പുറത്ത് കിടക്കുന്ന iostream.h കൂടെ ലോഡ് ചെയ്യണേന്ന്. അപ്പം നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോസസ്സറിനോട് പറയുകയാണ് പുറത്ത് കിടക്കുന്ന ഈ iostream.h കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഈ iostream.hൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ #include എന്ന് ചേർക്കും. #includeനെ നമ്മൾ പറയുന്നത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്നാണ്. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഇൻക്ലൂഡ് എന്ന് കേൾക്കുമ്പോഴേ അർത്ഥം അറിയാം. ഇതൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണേ എന്ന് പ്രോസസ്സറിനോട് പറയുവാണ്. അപ്പോൾ ഇവിടെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോസസ്സർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കമ്പൈലറിനോട് ഈ iostream.h കൂടെ ലോഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് #include iostream.h. ഇവിടെ അതേപോലെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഓരോ കീവേഡിനും അനുസരിച്ച് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഹെഡർ ഫയലുകളുണ്ട്. അത് 2, 3, 4 എണ്ണം അത് നമുക്ക് പലവട്ടമായിട്ട് പഠിക്കേണ്ടി വരും. ഇവിടെ #include iostream.h. അപ്പം നമ്മളൊരു പ്രോഗ്രാം പഠിക്കാൻ തയ്യാറാവുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഇത്രയും ഗൃഹസ്ഥമാക്കി വെക്കുക. #include iostream.h വോയിഡ് മെയിൻ ഫംഗ്ഷനെ ഈ ബ്രേസ് ബ്രാക്കറ്റ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ ബേസ് ആയി. ഇപ്പം നമുക്ക് ഇതിനകത്തിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒരു കൊച്ചൊരു പ്രോഗ്രാമിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഓരോ സിമ്പിൾ പ്രോഗ്രാം പഠിക്കാം. അപ്പം ഇതിൻ്റെ ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.